എല്ലാം ഫേക്കെന്ന് തോന്നുന്നു. ശ്രീതു അത് നിനക്ക് തോന്നുന്നയാണെങ്കിലോ? എല്ലാമേ ഫേക്ക് അപ്പടി തോന്നുന്നറേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ തമിഴ് തമിഴിൽ നമ്മുടെ ശ്രീതു പറയുന്നുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് കണ്ടിട്ട് എനിക്ക് മണിച്ചിത്രത്താഴിലെ ആ ഒരു സാധനമായിട്ടൊക്കെ കണക്ട് ആയി തോന്നി. എന്തായാലും നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. ശ്രീതു അർജുൻ കോംബോ എൻ്റെ ആകുന്നു എന്നുള്ളൊരു സൂചനയാണ് അത് നൽകുന്നത്. അപ്പോൾ ശ്രീതുവിൻ്റെ അമ്മ വന്ന് പറഞ്ഞ കാര്യങ്ങൾ ശ്രീതുവിനെ സ്വാധീനിച്ചിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അർജുനുമായിട്ട് ഓൾറെഡി ഇന്നലെ തന്നെ ആ ഒരു അകൽച്ച നമുക്ക് കാണാൻ പറ്റിയിരുന്നു. ഇന്ന് അത് കുറെ കൂടി പ്രകടമാകുന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് ശ്രീതുവിൻ്റെ അമ്മയെ എനിക്ക് പേഴ്സണലി ഒരിക്കലും തെറ്റു പറയാൻ പറ്റില്ല. ഏതൊരമ്മയും അങ്ങനെ ചെയ്യുള്ളൂ. അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയ മകളെ രക്ഷപ്പെടുത്താനല്ലേ നോക്കുകയുള്ളൂ. അവിടെ പിന്നെ ഷോയുടെ എത്തിക്സ് ഒന്നും അവർ നോക്കില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അതിനും വലുതായിരിക്കും എന്തായാലും മകൾ. ഇപ്പോൾ ജാസ്മിൻ്റെ വാപ്പയും ചെയ്ത അത് തന്നെയാണ്. ഏത് വിധേനയും മകൾ നെഗറ്റീവ് ആവുകയാണ്, അവളെ രക്ഷിക്കാൻ പറ്റുമോ എന്നൊരു വാപ്പ ശ്രമിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ അത് തന്നെയാണ് അദ്ദേഹം അന്ന് ചെയ്തത്. ഇപ്പോൾ ശ്രീതുവിൻ്റെ അമ്മയ്ക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ആ ബിഗ് ബോസിൻ്റെ നിയമമൊക്കെ അങ്ങോട്ട് മറന്നിട്ട് അവർ പറയാവുന്നതൊക്കെ അങ്ങ് പറഞ്ഞു. അപ്പോൾ അത് ശ്രീതു മനസ്സിലാക്കിയിട്ട് ആ കോംബോയിൽ നിന്ന് അകലുകയാണ്. പക്ഷെ അതിന് അർജുൻ ഫേക്ക് ആണ് എന്നാണ് ഇവിടെ ശ്രീതു പറയുന്നത്. നമുക്കറിയില്ല എന്ത് കാരണം കൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളത്. അത് ഇനിയുള്ള ലൈവൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ശ്രീതു അങ്ങനെ പറയാൻ കാരണമെന്ന്. അർജുൻ ഫേക്ക് ആണോ എന്ന് എനിക്കറിയില്ല, എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ. ജെന്യൂൻ ആണോ എന്ന് ചോദിച്ചാൽ അതും അറിയില്ല. കാരണം അർജുൻ്റെയും ശ്രീതുവിൻ്റെയും ഗെയിം എന്ന് പറയുന്നത് വല്ലാതെ ഒന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അർജുൻ ടാസ്കുകളിൽ പൊളിയാണ്. ബാക്കി സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ ഈ ഒരു കോംബോ തന്നെ ആയതുകൊണ്ട് തന്നെ അവരിൽ ജെന്യൂൻ ആണോ ഫേക്ക് ആണോ എന്നൊക്കെ ജഡ്ജ് ചെയ്യാൻ കുറച്ച് പ്രയാസമാണ് അവർ. കാരണം അവരുടെ കോംബോ തന്നെ ഒരു അടിസ്ഥാനമില്ലാത്ത ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്കറിയില്ല. പിന്നെ കോംബോ ഫാൻസിനെ ഒന്നും ഞാൻ വല്ലാണ്ട് കുറ്റം പറയില്ല. കാരണം അവരുള്ളതുകൊണ്ടാണ് ഈ ബിഗ് ബോസ് ഒക്കെ സക്സസ് ആവുന്നത്. ഇപ്പോൾ ജാസ്മിൻ ഗബ്രി നെഗറ്റീവ് ആണെങ്കിൽ പോലും ആ കോംബോയാണ് ഈ സീസണെ വളരെയധികം സക്സസ് ആക്കി മാറ്റിയെന്നുള്ളതാണ്. അതിപ്പോൾ ഏത് സീസൺ എടുത്താലും സീസൺ 5ൻ്റെ ഏറ്റവും വലിയ പോരായ്മ നെഗറ്റീവ് ഓർ പോസിറ്റീവ് സക്സസ് ആയിട്ടുള്ള ഒരു കോംബോ ഇല്ലാതെ പോയതാണ്. അവിടെ നമ്മുടെ സാഗറും സെറീനയൊക്കെ ശ്രമിച്ചെങ്കിലും അത് വർക്കൗട്ടായില്ല. ഈ സീസണിലെ കോംബോകൾ തന്നെയാണ് വളരെ ഒരു ലെവൽ വരെ ഓഡിയൻസിനെ പിടിച്ചിരുത്തുന്നത്. അത് കുറ്റം പറയാനാണെങ്കിലും സപ്പോർട്ട് ചെയ്യാനാണെങ്കിലും. അപ്പം കോംബോ ഫാൻസിനെയൊക്കെ ഞാൻ പറയുന്നില്ല, അത് അങ്ങനെയുള്ള ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമുണ്ട്. എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇത് തീർച്ചയായിട്ടും അവർക്ക് ശ്രീതു അല്ലെങ്കിൽ അർജുൻ കോംബോ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഭയങ്കര തിരിച്ചടിയായിരിക്കാം. പക്ഷെ നമുക്കിത് ഗെയിം ഷോ ആണെങ്കിലും അവർക്കിത് ലൈഫും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രീതുവിൻ്റെ അമ്മ വന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒരു പരിധി വരെ നല്ലതാണ്. ചുമ്മാ അവിടെ നിൽക്കാൻ വേണ്ടിയാണ് പിടിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തിന് ജീവിതം കുട്ടിച്ചോറാക്കുന്നത്? ഒരു കാര്യവുമില്ല. വെറുതെ നെഗറ്റീവ് ആകാൻ. ജെന്യൂൻ ആണെങ്കിൽ മാത്രം ഇതിനോട്ടൊക്കെ പോകണം. ആ പേളി ശ്രീനി എന്തുകൊണ്ടാണ് അവർ എന്നും ആൾക്കാർ ഓർക്കുന്നത്? ജെന്യൂൻ ആയിരുന്നു. അല്ലാതെ ഒരു കണ്ടന്റിന് വേണ്ടി അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ദിവസം നിൽക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനത്തെ സാധനങ്ങൾ എടുക്കുമ്പോൾ ഭയങ്കര റിസ്ക് അതിനകത്തുണ്ട്. പിന്നെ അതിൽ നിന്ന് ഊരി വരാനും പാടാണ്. നിങ്ങൾ ഊരിയാലും പ്രശ്നം, ഊരാതിരുന്നാലും പ്രശ്നം. അപ്പോൾ ആ വഴിക്ക് പോവാതിരിക്കുക. ഇതെന്താണെന്നറിയോ? പല ഓഡിയൻസിനും അറിയാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഡെയിലി ഇവർക്ക് പൈസ കിട്ടും. അപ്പോൾ ഈ പൈസ കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ജോബ് പോലെയല്ല, നല്ല പൈസ കിട്ടും. അപ്പോൾ നല്ല പൈസ കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ദിവസം കൂടുതൽ നിന്നാൽ അത്രയും കൂടെ ഒരു ക്യാഷ് അവർക്ക് എന്ത് ചെയ്യണം, എക്സ്ട്രാ കിട്ടുവാണ്. അപ്പോൾ അങ്ങനെ പരമാവധി കൂടുതൽ നിൽക്കാൻ വേണ്ടി നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല. എന്ന് വെച്ചാൽ ഓരോരുത്തർ ഓരോ ലക്ഷ്യങ്ങൾ എവിടെയാണ് പറഞ്ഞത്. ചിലർക്ക് ഒരു കാർ വാങ്ങണം, അല്ലെങ്കിൽ വീട് വയ്ക്കണം, അല്ലെങ്കിൽ ഫാമിലി സെറ്റിൽഡ് ആക്കണം, കടം തീർക്കണം, അങ്ങനെ കുറേ ആഗ്രഹങ്ങളായിട്ടാണ് വരുന്നത്. അപ്പോൾ എങ്ങനെയും 100 ദിവസം നിൽക്കുക, വിൻ ചെയ്തില്ലെങ്കിലും. അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും കുഴപ്പമില്ല, 100 ദിവസം നിന്നാൽ മതി. കാരണം ജീവിതം ഒന്ന് പച്ച പിടിപ്പിക്കാം, ഒന്ന് സെറ്റിൽഡ് ആവാം. അപ്പോൾ അതുകൊണ്ട് ഒന്നും നോക്കാതെ ഇങ്ങനെ കളിക്കുന്നവരുണ്ട് പലരും. അതിന് കോംബോ പിടിച്ചിട്ടായാലും വേണ്ടില്ല, അല്ലെങ്കിൽ കട്ട വില്ലനായാലും കുഴപ്പമില്ല. ഇങ്ങനെ പറഞ്ഞ് ഗെയിം കളിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ആവും. അത് ആവുക തന്നെ ചെയ്യും. നിങ്ങൾ എത്ര ഇനി പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ അവിടെ പിന്നെ നമ്മൾ സെന്റിമെന്റ്സ് പറഞ്ഞിട്ടും കാര്യമില്ല. ആ വഴിക്ക് പോയിട്ടല്ലേ. കാരണം സ്കൂൾ പിള്ളേരൊന്നും അല്ലല്ലോ, അഡൾട്ട് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ഷോയിലേക്ക് മത്സരിക്കാനായിട്ട് വരുന്നത്. അവർക്കറിയാം എന്താണ് ഈ ഷോ. അവർ ചെയ്യുന്ന പ്രവർത്തികൾ പുറത്തേക്ക് പോകുന്നു അവർക്കറിയാം. ഇപ്പോൾ അർജുനും ശ്രീധുവിനും ഇൻഡിവിജ്വലായിട്ട് കളിക്കാമായിരുന്നു. എന്തിനീ കോംബോ പിടിച്ചത്? അപ്പോൾ അമ്മ വന്ന് പറയണത് വരെ കാത്തിരിക്കണമായിരുന്നോ? അതിൻ്റെ ഒരു കാര്യമില്ല. അപ്പോൾ ഇവിടെ ശ്രീധുവിൻ്റെ ഭാഗത്തോ അർജുൻ്റെ ഭാഗത്തോ മിസ്റ്റേക്ക് ഉണ്ട്. നിങ്ങളൊരു സീരിയസ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ മാത്രം പോവുക അതിലേക്ക്. അല്ലാതെ സ്വാഭാവികമായിട്ട് അവിടെ വന്ന് നിൽക്കാൻ ഒരു കോംബോ അങ്ങ് പിടിക്കാമെന്ന് പറഞ്ഞ് കയറി പിടിച്ച് ക്യൂട്ട്നെസ് ഒക്കെ ഇട്ട് കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് പണിയാവും. എന്തായാലും ഇപ്പോൾ അമ്മ വന്ന് പറഞ്ഞപ്പോഴെങ്കിലും മനസ്സിലാക്കിയെങ്കിൽ അത് നല്ലതാണ്. കോംബോ ഫാൻസ് ഈ സീസൺ പോയ അടുത്ത സീസണിൽ അവരാരെങ്കിലും ഇഷ്ടപ്പെട്ടോളും, അല്ലെങ്കിൽ ഇത്രയും കാലം ഉള്ളത് വെച്ച് അവരങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ നിങ്ങൾക്കിതൊരു സീരിയസ് റിലേഷൻഷിപ്പ് അല്ല എങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു താല്പര്യം ഇല്ലെങ്കിൽ, എന്തിനാണ് ഈ ലവേഴ്സിനെ പോലെ തോന്നിപ്പിക്കുന്ന രീതിയിൽ കണ്ണും വെച്ചൊക്കെ ഈ പരിപാടിക്ക് പോകുന്നത്? അതിൻ്റെ കാര്യമില്ല. ഇൻഡിവിജ്വലായിട്ട് നിന്ന് പറ്റുമെങ്കിൽ കളിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ പോവാം. അപ്പോൾ എന്തായാലും ഈ ഒരു കോംബോ എൻഡ് ആവുകയാണ്. അത് ആരുടെ തലയിൽ ചാരിയിട്ടായിരിക്കും എന്നുള്ളത് അറിയില്ല. ശ്രീതു ഫേക്കാണെന്ന് ഇനി അർജുൻ കൂടി പറയുമെന്ന് അറിയില്ല. എന്തായാലും അർജുൻ ഫേക്കാണോ എന്ന് സംശയിക്കുന്നിടത്താണ് ആ ഒരു പ്രൊമോ എൻഡ് ചെയ്യുന്നത് ശ്രീതുവിൻ്റെ വാക്കുകളിൽ. ബാക്കിയൊക്കെ ഇനി നമുക്ക് ലൈവിൽ കാണാം. തൽക്കാലം ബൈ.